നല്ലൊരു വീട് കിട്ടിയല്ലോ. കൊള്ളാല്ലയോ? പൂക്കളും ചെടികളും എല്ലാം ഉണ്ട്. അടുത്തുള്ള വീടൊക്കെ ഉണ്ട്. മറ്റേ എന്താ വരുന്നത് മൊത്തത്തിൽ എന്താ പറയുന്നത്, ക്രീപ്പി ആയിട്ടുള്ള വീടും. ശരിയാ. ആര് നിർബന്ധമാ? ഇന്നലെ മൊബൈൽ വേണമെന്ന് പറഞ്ഞ ഒരുത്ത തന്നെ എടുത്തിട്ട് ചവിട്ടിട്ട് പോയതല്ലേ. പിന്നെ 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് കഷ്ടപ്പാടുള്ള അമ്മ സഹിച്ചിരുന്നപ്പോഴാണ് ഈ വീട് ഞാൻ മേടിച്ചു. വില കുറവ് പത്രത്തിൽ കണ്ട് മേടിച്ചാ. അപ്പുറത്തുള്ള ഞാൻ ഇപ്പൊ ഒരു ചേച്ചിയോട് പറഞ്ഞ് ഇവിടെ ആരും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. നമ്മളാദ്യമൊക്കെ കഴിഞ്ഞത്തെ വീട് പോലെ ഒന്നും ആവത്തില്ലായിരിക്കും ഇല്ലയോ? നാട്ടുകാര് അങ്ങനൊക്കെ പലതും പറഞ്ഞുണ്ടായിരിക്കും. ഈ കളർ കൊള്ളാല്ലേ? ഞാൻ അങ്ങോട്ട് പോവാ. നീ വേണമെങ്കിൽ പൊക്കൂ. നല്ല കാറ്റ്. അവർ രണ്ടുപേരും ഈ വീട് കാരണം എടുത്ത് നല്ലതായി. നല്ല ചട്ടി കേട്ടോ. മാമാട്ടിയുടെ അച്ഛല്ലയോ കേൾക്കുന്നേ? മാമാട്ടി പെട്ടെന്ന് ഇനി നിങ്ങൾ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അതാ ഇനി എല്ലാരും കൂടെ ഒരുമിച്ച് പോയാൽ മതി. ഇനി എവിടെയെങ്കിലും പോവാണെങ്കിൽ അമ്മ കൊടുത്തേ.
സ്വാമിയുടെ അഡ്രസ് കിട്ടി. ഞാൻ കിട്ടിയോ? ആ, ഞാൻ അഡ്രസ് മേടിച്ചോണ്ട് വന്നത്. വാ, നമുക്ക് പോകാൻ പറ്റുന്ന ആയിരിക്കുന്ന ചേട്ടൻ എടുത്ത് വെച്ചല്ലോ. ചേട്ടാ, ഈ സ്വാമിയുടെ വീട് എവിടാന്നറിയോ? ഞാനാണോ? ആ, സ്വാമി എപ്പോഴേ ഞങ്ങളെ വീട്ടിൽ നിന്നതുപോലെ കുറച്ച് ബാധയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. എങ്ങനെ അപ്പം അതിനെ ഒഴിപ്പിക്കാനുള്ള മാർഗം സന്യാസി എങ്ങനെ മാർഗം എന്തെങ്കിലും ഉണ്ട്? അവിടെ നേരത്തെ ഒരു അമ്മയും രണ്ട് കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഒരു കൊലയാളി വന്ന് അവരെ വെട്ടിയരിഞ്ഞ് ഒരു പെട്ടിക്കകത്താക്കി കട്ടിൻ്റെ അടി വെച്ചിരുന്നേ. അപ്പം അങ്ങനെ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് മൂത്ത കൊച്ച് പോയി. അപ്പം അവരെയും കൊന്നു. അപ്പം ആ മൂത്ത കൊച്ച് ഇപ്പം പ്രതികാരം ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പം അതായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ സന്യാസി എങ്ങനെയും ഒഴിപ്പിക്കാൻ പറ്റുമോ? ഇനി അത് കുറെ മന്ത്രമൊക്കെ ചെയ്യണം. സന്യാസിക്കൊന്ന് വരാൻ പറ്റുമോ? ആ, നോക്കാം. എവിടെ വീട്? എവിടെ വീട് അപ്പുറം. ആ, നോക്കാം. ആ, ടാറ്റ സന്യാസി. അവിടെ നിൽക്കണം. ഒന്നേ അടുത്തു വാ. നിങ്ങളുടെ സഹായം തേടാനാണ് അവർ ഇവിടെ വന്നത്. അവരുടെ പേര് ജാനകി.